മക്കളെ, നമ്മുടെ കെമിസ്ട്രിയിലെ 3, 4, 5 ചാപ്റ്ററിന് റിവിഷൻ ക്ലാസ്സാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ പീരിയോഡിക് ടേബിൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോൾ കൺസെപ്റ്റ്, ഈ 2 ചാപ്റ്ററിനായിരിക്കും ഇപ്പോൾ CWS ആണെങ്കിലും ശരി, ക്രിസ്മസ് എക്സാം ആണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വരാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അയൺ വിത്ത് അറ്റോമിക് നമ്പർ 26 പ്ലസ് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി കെമിക്കൽ റിയാക്ഷൻ. ഇനി എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe ഫോംഡ്. സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് നോക്കി എഴുതാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. 1s2 26 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ പറഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6. ഇപ്പോൾ എത്ര എണ്ണമായി? 2 4 10 12 18. ഓക്കെ, ടോട്ടൽ 26ആണ്. ഇപ്പോൾ 18 എണ്ണമായിട്ടുണ്ട്. ബാക്കി 3p6 കഴിഞ്ഞാൽ സാധാരണ 3D ആണ് എഴുതേണ്ടത്. നമുക്കറിയാം 3Dനേക്കാൾ മുമ്പ് ഫില്ലാവുന്ന എവിടെ ആയിരിക്കും? 4sലായിരിക്കും. 4s2 20ആയി. ബാക്കി 3D എത്ര എണ്ണം വരും? ഈ 4s2 വരെ 20ആയി. 3Dയിൽ ബാക്കി എത്ര? 6. അപ്പോൾ നോക്കിയേ, 2 4 10 12 18 20 26. ഇതാണ് Feൻ്റെ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു മാർക്ക് കിട്ടി. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് വെദർ ദ എലമെന്റ് ക്യാൻ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ജസ്റ്റിഫൈ. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണം എന്താണ്? Fe എന്ന് പറഞ്ഞ ആറ്റം, അതായത് Fe2O3. അതേപോലെ തന്നെ ഈ അയൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെന്റ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം അയൺ ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലേ? ഡി ബ്ലോക്ക് എലമെന്റ് പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെന്റ് എന്ത് ചെയ്യും? പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എന്ത് ചെയ്യും? നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പെക്യുലാരിറ്റീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? റൈറ്റ് വെദർ ദ എലമെന്റ് ക്യാൻ ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ എന്താ കാരണം? Fe അയൺ എന്താണ്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ടാണ് എന്താണ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ അയോൺ ഫോംഡ്. അയോൺ ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും അയോണും രണ്ടാണ്. പിള്ളേർ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ അടിക്കരുത്. നമ്മ ഇപ്പോഴത്തേക്കണ അയൺ IRON, അയൺ Fe. ഇവിടെ ചോദിച്ചേക്കണത് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? അയോൺസ്. അതായത് ഒരു എലമെന്റിൽ ചാർജ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച പേരാണെന്ത്? അയോൺസ്. ഇനി ചാർജ് ഇല്ലെങ്കിൽ അവരെ വിളിച്ച പേരാണെന്ത്? ആറ്റംസ്. ഓക്കെ അല്ലേ? അപ്പോൾ Feക്ക് ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ Fe എന്താ ചെയ്യേണ്ടത്? ഒരു ആറ്റത്തിന് ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നല്ലെങ്കിൽ ഇലക്ട്രോണെ വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണെ വാങ്ങിക്കണം. ഇലക്ട്രോണെ വിട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും വാങ്ങിക്കുമ്പോൾ നെഗറ്റീവ് ചാർജാണ് അല്ലേ? എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവിടെ Feക്ക് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +3 എന്ന് പറയുമ്പോൾ എന്താണ്? കൊടുക്കുമ്പോഴല്ലേ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അതേപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ Feക്ക് പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം എന്തായിരിക്കും? ഇലക്ട്രോണെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്ര ഇലക്ട്രോണെ കൊടുക്കണം? 3 + ഇലക്ട്രോണുണ്ടെങ്കിൽ 3 ഇലക്ട്രോണെ കൊടുക്കണം. ഓക്കെ അല്ലേ? 3 ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോർമലി നമുക്ക് Feൻ്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? ഒന്നുകൂടി പറയോ? 1s2 2s2 2p6 3s2 3p6 4s2 3d6. ഇതായിരുന്നു എന്ത്? Feൻ്റെ നോർമൽ സബ്സെൽ കോൺഫിഗറേഷൻ. ഇനി Fe3+ന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? അപ്പോൾ 3 ഇലക്ട്രോണെ കൊടുത്താൽ 3 മൈനസ് ചെയ്യണം. അതിനുശേഷം പറയാം 1s2 2s2 2p6 3s2 3p6. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ 3D എന്നായിരിക്കും എന്താ വേണ്ടി പോകണം? ലാസ്റ്റ് സബ്സെല്ലിൽ നിന്നായിരിക്കുമല്ലോ പോകണത്. നമുക്കറിയാം 3Dനേക്കാൾ ലാസ്റ്റ് ആരാണ്? 4s ആണ്. ഫില്ല് ചെയ്യുമ്പോൾ 4s ആദ്യം എഴുതുന്നുള്ളൂ. പക്ഷേ 3Dക്ക് ശേഷമാണ് ആര് വന്നേക്കണം? 4s വന്നേക്കണം. അപ്പോൾ 4s എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനുണ്ട്? ഇലക്ട്രോണെ കളയാനുണ്ട്. പക്ഷേ 4sൽ ആകെ 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. നമുക്ക് കളയേണ്ടത് 3 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ 4sന്ന് 2 ഇലക്ട്രോണും 3Dന്ന് 1 ഇലക്ട്രോണും എന്ത് ചെയ്യുക? കളയാം. അപ്പോൾ എത്ര എണ്ണമായി? 4sന്ന് 2 എണ്ണം പോയി. അപ്പോൾ 4sന് ഇല്ല. 3Dന്ന് 1 എണ്ണം പോയി. ബാക്കി എത്ര? 3d5. ഓക്കെ, ഇത് എന്തായാലും എക്സാമിന് ചോദിക്കൂട്ടാ. Fe3+ അയോണിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ഓക്കെ, 1s2 2s2 2p6 3s2 3p6 3d5. എവിടെ നിന്നൊക്കെയാണ് ഇലക്ട്രോൺ പോയത്? 4sന്നും പോയി, 3Dന്ന് 1 എണ്ണം പോയി. ക്ലിയർ ആണ്? അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയപ്പോൾ തന്നെ 3 മാർക്ക്. ഓക്കെ ആണോ? അടുത്തത്, വിച്ച് സബ്ഷെൽ റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് പേഴ്സ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ്. നമുക്കറിയാം 4 ടൈപ്പ് കോണ്ടന്റ് നമ്പേഴ്സ് ഉള്ളത്. അതിൽ നമുക്ക് പഠിക്കാനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. പിന്നെ +1 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് കൂടി പഠിക്കും. നമുക്കിപ്പോൾ പഠിക്കാനില്ല, എന്നാലും നമുക്ക് നോക്കാം. അതിൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ എ, സോറി സ്മോൾ ലെറ്റർ എ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ റെപ്രസെന്റ് ലെറ്റർ ആണ് എന്ത്? സ്മോൾ ലെറ്റർ എൽ. അതേപോലെ തന്നെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ റെപ്രസെന്റ് ലെറ്റർ ആണ് എന്ത്? സ്മോൾ ലെറ്റർ എം. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? n is equal to 1, l is equal to 1. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1, അസിമുത്തൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ 1. അതായത് അസിമുത്തൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെല്ലായിരിക്കും? നമുക്കറിയാം n 1 ആണെങ്കിൽ അത് കെ ഷെല്ലായിരിക്കും, n 2 ആണെങ്കിൽ അതെന്തായിരിക്കും? എൽ ഷെല്ല്, n 3 ആണെങ്കിൽ എം, n 4 ആണെങ്കിൽ n. ഇത്രയും കാര്യങ്ങളായിരിക്കും. ഇനി അസിമുത്തൽ കോണ്ടന്റ് നമ്പറിന് എല്ലിന്റെ വാല്യൂ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യണം. 0 ആണെങ്കിൽ അത് എസ് സബ്ഷെൽ കേട്ടോ. 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഈ അസിമുത്തൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. കാരണം ഇത് വെച്ചാണ് എന്ത് ചെയ്യണത്? ഇനി ഫ്രണ്ടിലെ കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ എന്നെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ആരെ പഠിക്കണം? നിങ്ങൾ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ പഠിക്കണം. എന്തൊക്കെയാണ്? എസിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്റെ വാല്യൂ 1, ഡിന്റെ വാല്യൂ 2, എഫിന്റെ വാല്യൂ 3. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോകാലോ. എന്നിന്റെ വാല്യൂ 1, എല്ലിന്റെ വാല്യൂ 1. നോക്കിയേ, എന്നിന്റെ വാല്യൂ 1. എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ 1. അപ്പോൾ ഫ്രണ്ടിൽ നമ്പർ 1 എടുക്കും. എൽ വാല്യൂ 1. എൽ വാല്യൂ 1 ആയ സബ്ഷെൽ ഏതാണ്? എൽ വാല്യൂ 1 ആയ സബ്ഷെൽ ഏതാണ്? പി എൽ. അതായത് 1p. 1p എന്ന് പറയുന്ന സബ്ഷെൽ ഉണ്ടോ? അല്ലെങ്കിൽ ഇലക്ട്രോൺ അങ്ങനെ ഫില്ലാവും? കാരണം പി എന്ന് പറഞ്ഞ സബ്ഷെൽ എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണം? സെക്കൻഡ് ഷെല്ല് മുതലല്ലേ? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണ ഒരാളുള്ളൂ, അത് എസ് ആണ്. 1s 2s 2p. പി എന്ന് പറഞ്ഞ സബ്ഷെൽ സ്റ്റാർട്ട് ചെയ്യണത് 2e എന്നാണ്. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ സബ്ഷെൽ സ്റ്റാർട്ട് ചെയ്യണത് 3 എന്നാണ്. കാരണം 2d കേട്ടിട്ടുണ്ടാവും? ഇല്ല, അങ്ങനെ സബ്ഷെൽ ഇല്ല. അപ്പോൾ 2p സബ്ഷെൽ സ്റ്റാർട്ട് ചെയ്യണത് 2 എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് n 1 എല്ലും 1. അപ്പോൾ ആരായിരുന്നത്? 1p. അപ്പോൾ എന്താണ്? നോട്ട് പോസിബിൾ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റാണ്, അപ്പോൾ ഞാൻ എഴുതൂല. അങ്ങനെയാണോ? അല്ല, അവിടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കണം. അല്ലാണ്ട് ക്വസ്റ്റ്യൻ തെറ്റാണ് അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യണില്ല, അങ്ങനെയല്ല. ഓക്കെ അല്ലേ? അപ്പോൾ 1p എന്ന് പറഞ്ഞ സബ്ഷെൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ എഴുതേണ്ടതാണ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ എഴുതി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, n2, എൽ എത്രയാണ്? 0. n2 ആണെങ്കിൽ ഫ്രണ്ടിലുള്ള നമ്പർ എത്രയാണ്? 2. ഷെല്ലി നമ്പർ ആണല്ലോ n. അപ്പോൾ ഫ്രണ്ടിൽ 2. എൽ 0 ആയതാരാണ് സബ്ഷെൽ? എസ് എൽ എ. അപ്പോൾ 2s. ക്ലിയർ ആണ്? സിമ്പിൾ അല്ലേ? കെമിസ്ട്രി പഠിക്കാനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. എക്സാം എഴുതാൻ വളരെ സിമ്പിളാണ്. 20 മിനിറ്റ് കൊണ്ട് മാക്സിമം എന്ത് 40 മാർക്കിന് കുറച്ച് സിമ്പിളാണ്, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ 2s കിട്ടി. അപ്പോൾ ഇവിടുന്ന് എത്ര മാർക്ക് കിട്ടി നമുക്ക്? 2 മാർക്ക്. 2 മാർക്ക് അല്ലേ? 2 മാർക്ക്. ഇനി ഓർമ്മ കൂടെ ഉണ്ട്. എ ഫ്യൂ സബ്ഷെൽസ് ആർ ഗിവൺ, ഫൈൻഡ് ദ n ആൻഡ് എൽ വാല്യൂ. 1 അല്ല കേട്ടോ, അത് എൽ വാല്യൂ ആണ്. അപ്പോൾ ഏതൊക്കെ കൊടുത്തേക്കണം? 1s. 1s എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ 1 അല്ലേ? അപ്പോൾ n വാല്യൂ എത്രയാണ്? 1. എസ് അല്ലേ? എസിൻ്റെ എൽ വാല്യൂ എന്താണ്? 0. ക്ലിയർ ആണോ? അവിടെ നേരത്തെ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചേക്കണം. ഇനി അടുത്തത് n വാല്യൂ 4d അല്ലേ? ഓക്കെ, 4d. 4d എന്ന് പറയുമ്പോൾ n ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 4. അപ്പോൾ n വാല്യൂ 4. d എന്ന് പറയുമ്പോൾ എൽ അല്ലേ? സബ്ഷെൽ അല്ലേ? അസിമുത്തൽ കോണ്ടന്റ് നമ്പറാണ്. അപ്പോൾ d എന്ന് പറയുമ്പോൾ എൽ വാല്യൂ എത്രയാണ്? 2. ഓർമ്മ ഉണ്ടായി? s = 0, എസ് വാല്യൂ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. അപ്പോൾ ഇവിടെ ഡി എല്ലാം നോക്കണം. അപ്പോൾ എൽ വാല്യൂ എത്ര? 2 കിട്ടി. ഇനി എന്താണ് അടുത്ത്? 3p. 3p എന്ന് പറയുമ്പോൾ n വാല്യൂ എന്താണ്? 3. എൽ വാല്യൂ എത്രയാണ്? 1. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? എഴുതി പോവാം. ലാസ്റ്റ് ഓർമ്മ കൂടെ ഉണ്ടല്ലോ, 4s. നമ്മളിപ്പോൾ ചെയ്ത് വരാം. 4s പറയുമ്പോൾ n വാല്യൂ 4, എൽ വാല്യൂ എസ് അല്ലേ? എസ് 0. ക്ലിയർ ആണോ? ഇത് ഓക്കെ അല്ലേ? ഇത്രയും കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആകെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കോണ്ടന്റ് നമ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കേണ്ടത്
അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ഒന്നുകൂടി പറയാ, എൽ വാല്യൂ ആണ് നോക്കേണ്ടത്. അതിൽ എൽ എന്ന് പറയുമ്പോൾ എസ് 0 ആയിരിക്കും, പി എത്രയായിരിക്കും, പിന്റെ വാല്യൂ 1 ആയിരിക്കും, ഡിന്റെ വാല്യൂ 2 ആയിരിക്കും, അതേപോലെ തന്നെ എഫിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 3 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. When the distance increases from the nucleus, energy of the electron will. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രോണ് എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇത് 2 ഷെല്ലാണ് വിചാരിക്കുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു. ഇത് അടുത്ത ഷെല്ല്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രോണിന്റെ എനർജിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ അയോണൈസേഷൻ എനർജി അല്ല, ഇലക്ട്രോൺ ഉള്ളിലുള്ള എനർജി. അതായത് ഇലക്ട്രോൺ ഉള്ളിൽ എന്ന് പറയുമ്പോൾ 2 എനർജി ആയിരിക്കും മിനിമം എപ്പോഴും ഉണ്ടാവണം. ഒന്ന് കൈനറ്റിക് എനർജി, രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ചോദിച്ചേക്കുന്നത്? അയോണൈസേഷൻ എനർജി അല്ല കേട്ടോ. അപ്പോൾ ഇന്റേണൽ എനർജി നമുക്ക് പഠിക്കാം, അറിയില്ലെങ്കിൽ കേൾക്കാം. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രോണിന്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ തൊട്ടടുത്ത ഒരു ഇലക്ട്രോൺ ഇരിക്കണമെന്ന് വിചാരിക്കാം ന്യൂക്ലിയസിന്റെ, ആ ഇലക്ട്രോൺ എനർജി എന്തായിരിക്കും? പൊതുവെ കുറവായിരിക്കും. ന്യൂക്ലിയസിന്റെ ഇലക്ട്രോണിന്റെ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോണിന്റെ എനർജി കൂടും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തണ്ട? When the distance increases from the nucleus, energy of the electrons will increases. Clear അല്ലേ? ഒരു മാർക്ക് അവിടെ കിട്ടി. ഇനി which is the noble gas element come immediately before sodium? സോഡിയത്തിന് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയാണ്? 11. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വരാമെന്ന് പറയുമ്പോൾ 10 അല്ലേ? 10 ആരാണ്? നിയോൺ. നിയോൺ ഒരു നോബിൾ ഗ്യാസ് എലമെന്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. അതിന്റെ കോൺഫിഗറേഷൻ ഇതൊക്കെ 2-8. ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ വന്നില്ലേ? അപ്പൊ നിയോൺ എന്താണ്? ഒരു നോബിൾ ഗ്യാസ് ആണ്. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഇതൊക്കെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, വെറുതെ എന്ത് ചെയ്യുക, ഓടിച്ച് പോയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ. സെലക്ട് ദ പെക്യുലാരിറ്റീസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ എഫ് ബ്ലോക്ക് എലമെന്റിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം. ഇലക്ട്രോൺസ് ആർ added to the anti-penultimate shell. Most of them are artificial element. Electrons are added to the penultimate shell. They include both actinoids and lanthanoids. They form colored compound used in petroleum industry. The subs-electronic configuration, ഇതിൽ തന്നെ നമുക്ക് കേട്ട് വെച്ചുള്ള നോക്കാം. They are form colored compound. അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ പെനാൾട്ടിമേറ്റ് ഷെൽ, അതും ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പം അതല്ല. ഇനി പിന്നെ ഏതാ പഠിച്ചിരിക്കണം? They include both actinoids and lactinoids. അതായത് പീരിയോഡിക് ടേബിൾ ഏറ്റവും അടിയിൽ ഒരു എന്ത് ചെയ്യുന്ന ടേബിളിൽ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് അത് ഏത് ബ്ലോക്ക് ആയിരുന്നു? എഫ് ബ്ലോക്ക്. അപ്പൊ ഇ എന്ന് പറയുന്ന ഈ പോയിന്റ് എന്തായിരുന്നു? എഫ് ബ്ലോക്കിന്റെ പെക്യുലാരിറ്റിയാണ്. ഇനി അതേപോലെ തന്നെ നോക്കി, ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ ആന്റി പെനാൾട്ടിമേറ്റ് ഷെൽ. പെനാൾട്ടിമേറ്റ് ഷെല്ലിന് മുമ്പത്ത്, അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത എലമെന്റ് ഷെല്ലാണോ അതിന് മുമ്പ് എലമെന്റ് വിളിച്ച പേരാണ് പെനാൾട്ടിമേറ്റ് ഷെൽ. അതിനേക്കാൾ മുമ്പ് ഫില്ല് ചെയ്യണത് എന്തിലായിരിക്കും? ആന്റി പെനാൾട്ടിമേറ്റ് ഷെൽ. അതും എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത്, അപ്പൊ ഏതൊക്കെ പോയിന്റ് ഏതൊക്കെയാണ്? ബിയും ഇയും ആണ് ആൻസർ. എഫ് ബ്ലോക്ക് എലമെന്റ് പെക്യുലാരിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബിയും ഇയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the subs-electronic configuration 29 copper is given. Which is the correct subs-electronic configuration? Justify your answer. ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾ 1s2 2s2 2p6 6 ഉണ്ട് അവിടെ, 3s2 3p6 3d. ഇത് മിസ്റ്റേക്ക് ആണോ? ഓക്കെ, രണ്ടിലും മിസ്റ്റേക്ക് ഒന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതി നോക്കാം. 29 കോപ്പറിന്റെ കോൺഫിഗറേഷൻ നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2. ഇത്രയാണ് എന്ത് വന്നേക്കണം? 20 എണ്ണം വന്നേക്കണം. അടുത്തത് 29 അല്ലേ? 29 എന്ന് പറയുമ്പോൾ 3d9. ഇതാണ് നോർമൽ കോൺഫിഗറേഷൻ. പക്ഷേ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും എക്സെപ്ഷണൽ കേസ് പഠിക്കുന്നുണ്ട്. പിള്ളേർ ശ്രദ്ധിക്കുക, രണ്ടിന്റെ കോൺഫിഗറേഷൻ ചോദിക്കുമ്പോൾ ആദ്യം അതിന്റെ നോർമൽ കോൺഫിഗറേഷൻ എഴുതുക 3d9. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള, അതായത് ശരിക്കുമുള്ള കോൺഫിഗറേഷൻ നമ്മൾ എഴുതി വെക്കുക. എന്താണ്? 1s2 2s2 2p6 3s2 3p6. ഇനി 3d9 അല്ലേ?
ഈ 3D9 പ്രത്യേകം വെച്ചാൽ ഡി സബ് സെല്ലിന് ഹാഫ്ലി ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ് ഹാഫ്ലി ഫിൽഡ് ആയാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാലും മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഡിക്ക് ടോട്ടൽ 10 ഇലക്ട്രോണല്ലേ ഫില്ല് ആവുന്നത്. ഈ 10 എണ്ണം ഫില്ല് ആയാലും അതേപോലെ തന്നെ 5 എണ്ണം ഫില്ല് ആയത് 10ന്റെ പകുതി 5 എണ്ണം ഫില്ല് ചെയ്താലും ഡി ബ്ലോക്ക് എലമെന്റ് മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ കോപ്പറിന്റെ കേസിൽ D9 ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സ്റ്റേബിൾ ആവാൻ വേണ്ടി ചെയ്യുന്ന പണി എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് എന്ത് ചെയ്യും, വാങ്ങിക്കും. എന്നിട്ട് അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ എങ്ങനെ വരും? 3p6 4s1 3d10. ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ 3D കംപ്ലീറ്റ്ലി ഫിൽഡ് ആയില്ലേ. അപ്പൊ കോപ്പർ എന്താവും? സ്റ്റേബിൾ ആവും. അപ്പോൾ അത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന് നോർമൽ കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് ശരിയാക്കി എഴുതണം. 2 സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ഓക്കെ ആണോ? 2 സ്റ്റെപ്പ് എന്ത് ചെയ്യണം? എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? കോപ്പറിനെയും ക്രോമിയത്തിൻ്റെയും കോൺഫിഗറേഷൻ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? പഠിക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ജസ്റ്റിഫൈ യുവർ ആൻസർ. അതാണ് ഇപ്പോൾ ആൻസർ പറഞ്ഞത്. ഇനി ഇൻ വിച്ച് ബ്ലോക്ക് ദ എലമെന്റ്സ് ബിലോങ്സ് ടു. ഏത് ബ്ലോക്കാണ്? ഏത് ബ്ലോക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണത്? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ഫിൽ ചെയ്തേക്കണം അതാണ് അതിന്റെ ബ്ലോക്ക്. ഇപ്പൊ നമ്മൾ എഴുതിയപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി D9 അല്ലേ? D9 നിൽക്കണം. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് ആണിത്. D9 എന്ന് വെച്ചാൽ ആദ്യം എഴുതി പിന്നെ D10 ആക്കിയിട്ടാ. പക്ഷെ എന്താണെങ്കിലും സബ്സെൽ ഡി അല്ലേ. അപ്പൊ അത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി അടുത്തത് എന്താണ്? റൈറ്റ് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദിസ് എലമെന്റ്. പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്. അപ്പൊ ഇതിന്റെ ഓർഡറിൽ തന്നെ പഠിക്കണം. ആദ്യം എഴുതേണ്ടത് ബ്ലോക്ക് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, പിന്നെ കണ്ടുപിടിക്കേണ്ടത് പീരീഡ്, പിന്നെ ഗ്രൂപ്പ്. ഓക്കെ. അപ്പൊ ബ്ലോക്ക് നമുക്ക് കിട്ടിയതാണ് ഡി ബ്ലോക്ക്. ഇനി പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ ഫ്രണ്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ. അപ്പൊ അതായത് ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. കോപ്പറിന 1s2 2s2 2p6 3s2 3p6 4s1 3d10. ഇതായിരുന്നു ഇതിൽ കോൺഫിഗറേഷൻ. അപ്പോൾ ഡി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. ഇനി പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, 2 3 4 3. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4 അല്ലേ. അപ്പൊ പീരീഡ് 3d 4d. ഇനി ഗ്രൂപ്പ് ആണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഡി ബ്ലോക്ക് എലമെന്റ് അല്ലേ. ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡീന്റെ പൊക്കത്തുള്ള നമ്പർ എത്രയാണോ അതിന്റെ ഒപ്പം 2 കൂട്ടുക. അല്ലെങ്കിൽ ഡീന്റെ പൊക്കത്തുള്ള എത്രയാണ് നമ്പർ അതിന് തൊട്ടടുത്ത് എസ്സിൽ എത്രയാണെന്ന് കൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യാൻ. അപ്പൊ ഡിയിലൂടെ 10 അല്ലേ. പിന്നെ എസ്സിന്റെ ഇവിടെ എത്രയാണ്? 1. അപ്പോൾ 10 + 1 11. 11 ആയിരിക്കും അപ്പൊ എന്ത് നമ്മുടെ അയണിന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ ആണ്. നോർമലി ഇപ്പൊ എസ്സിന്ന് എന്ത് ചെയ്ത് ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചോണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡി ബ്ലോക്ക് എലമെന്റിന്റെ പൊക്കത്തുള്ള നമ്പർ +2 എന്ത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ, ഡിന്റെ പൊക്കത്ത് 10 ആണുള്ളത്, എസ്സിന് പൊക്കത്ത് 1 ആണ്. 10 + 1 എത്ര? 11. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? അപ്പോൾ കോപ്പറിന്റെ 11. ക്ലിയർ ആണോ? ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ എഫിന്റെ അടുത്ത് അയൺ കോൺഫിഗറേഷൻ നോക്കി. 1s2 26 അല്ലേ. 1s2 2s2 2p6 3s2 3p6 4s2 3d6. അപ്പൊ ഇത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് അല്ലേ. കാരണം ഡി സബ്സെൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ബ്ലോക്ക് ആയിരിക്കും? ബ്ലോക്ക് ഡി ആണ്. ഇനി അടുത്തെന്താണ്? പീരീഡ്. പീരീഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നമ്പർ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ 4 അല്ലേ. ഫ്രണ്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ അപ്പോൾ 4. ഇനി ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഡിന്റെ പൊക്കത്ത് എത്രയാണ് നമ്പർ? 6 അല്ലേ. അതിൻ്റെ ഒപ്പം എസിന്റെ പൊക്കത്ത് കിടക്കുന്ന നമ്പർ 2. അപ്പോൾ 6 + 2 8 കിട്ടിയ. ഇങ്ങനെയാണ് പീരീഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ അല്ലേ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. Substance atomic configuration certain elements are given. Write the short form of each using the symbol of corresponding inert gas. നമുക്ക് ഷോർട്ട് ഫോം ആക്കി എന്ത് ചെയ്യണം? ഇതിനെ എഴുതണം. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് വെച്ചിട്ട് വേണം. ഇനേർട്ട് ഗ്യാസ് പറഞ്ഞാൽ നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താ ക്വസ്റ്റ്യൻ? 1s2 സെക്കൻഡ് 1s2 2s2 2p. ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? 2s2 2p എത്രയാണ് വന്നിരിക്കുന്നത്? 2p6 ആണ് കേട്ടോ. ഇത് നമുക്ക് ചെറുതാക്കിയാൽ നോബിൾ ഗ്യാസ് വെച്ച് റെപ്രസെന്റ് ചെയ്യണം. നോക്കി 1s2 2s2 2p6 10 അല്ലേ.
അതായത് 10 എന്ന് പറയുമ്പോൾ എന്താ പറയുക, സോഡിയം നിയോണാണ്. ഇതിനെ നമ്മൾ എന്താണ് നോബിൾ ഗ്യാസിനെ റെപ്രസെൻറ്റ് ചെയ്തതാണ്. നിയോൺ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ഹീലിയം. അപ്പോൾ ഹീലിയം എന്ന് പറയുന്നത് എഴുതിയിട്ട് ഇങ്ങനെ ബോക്സ് ആക്കണം. ഹീലിയത്തിന് അറ്റോമിക് നമ്പർ എത്രയാണ്? 2. അപ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോൺ എന്ത് ചെയ്ത് ഹീലിയത്തിലേക്ക് പോയി. ബാക്കി എന്തൊക്കെയുണ്ട്? 2s2 2p6. ഇങ്ങനെ ഷോർട്ടാക്കി വേണം എഴുതാനായിട്ട്. ഇനി അടുത്തത് നോക്കി, 1s2 2s2 2p6 3s2 3p6. അത് എത്രയാണ്? 18 എണ്ണം ഉണ്ട്. അതായത് ആർഗനാണ്. ആർഗൺ റെപ്രസെൻറ്റ് നോക്കി, 1s2 2s2 2p6 3s2 3p6. അപ്പോൾ 2 4 10 12 18. ഇതിനാ റെപ്രസെൻ്റ് എങ്ങനെയാണ്? നോബിൾ ഗ്യാസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യല. ഓക്കെ, 10. അതായത് അറ്റോമിക് നമ്പർ 10 എന്നുള്ളത് നോബിൾ ഗ്യാസ് ഏതാണ്? നിയോൺ അല്ലേ? അപ്പോൾ ഈ നിയോണെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബോക്സ് ആക്കി എഴുതണം. അതിൻ്റെ ആദ്യത്തെ 10 എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? മാറ്റാം. ഓക്കെ, ഇത്രയും പേരല്ലേ? ബാക്കി എത്ര പേരുണ്ട്? 3s2 3p6. ഇങ്ങനെ എന്ത് ചെയ്യുക? ഷോർട്ടാക്കി നമുക്ക് എഴുതാം. ഇനി അടുത്ത നോക്കി, 4s1 വരെ അല്ലേ? അപ്പോൾ നോക്കി, 1s2 2s2 2p6 3s2 3p6 4s1. അപ്പോൾ ഓക്കെ, 1s2 2s2 2p6 3s2 3p6 ഇത്രയും ഉണ്ടല്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ആർഗൺ എന്ന് പറഞ്ഞ എഴുതി കൂടെ, കാരണം 18 എലമെൻറ്റ് 18 ഇലക്ട്രോൺ. ഇതിന് ആർഗൺ എന്ന് പറഞ്ഞ എഴുതി കൂടെ. അപ്പോൾ എന്ത് ചെയ്യും? 4s1 ബാക്കി വരും കേട്ടോ. അപ്പോൾ ഇത്രയും എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആർഗൺ എഴുതിയിട്ട് 4s1 ഇത് മതി, എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഇതിനാണ് എന്താ നോബിൾ ഗ്യാസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, iron take part in a chemical reaction and becomes Sp ion. Atomic number 26. Write the electronic configuration of this ion. എനിക്കൊന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആവുന്നില്ല. അയണിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അതായിരുന്നു. ഓക്കെ, അയണിൻ്റെ കോൺഫിഗറേഷൻ പേജ് 26 അറ്റോമിക് നമ്പർ വരും. Write the chemical formula of the compound formed when this ion combined with sulfate ion SO. ഓക്കെ, സൾഫേറ്റ് അയൺ കമ്പൈൻ ചെയ്യുമ്പോൾ എഫിക്ക് ഉണ്ടാവുന്ന അല്ലെ കെമിക്കൽ ഫോമുല എഴുതാൻ. അപ്പോൾ നോക്കാലോ, ആദ്യം കോൺഫിഗറേഷൻ എഴുതാം. നോക്കിയേ, എഫ് കോൺഫിഗറേഷൻ തരും 1s2 26 ആണ്ടാ. 1s2 2s2 2p6 3s2 3p6 4s2 3d6. ക്ലിയർ അല്ലേ? അപ്പം എഫിൻ്റെ കോൺഫിഗറേഷൻ എഴുതി. ഇതെന്തായിരുന്നു? ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓഫ് ദിസ് അയൺ എന്നാണ് പറയുന്നത്. അയൺ എന്ന് പറയുമ്പോൾ എപ്പോഴും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? +3 ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം പോയി എസ് എന്ന് ഒരെണ്ണം പോകും. എന്തോരും? 1s2 2s2 2p6 3s2 3p6 3d5 കേട്ടോ. ഇനി ഓക്കെ, SO3 ആണ്ടോ? SO അല്ല, SO3 ആണ്ടാ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞേ, Fe 3+ ആണ്. SO3 അല്ല, SO4 കേട്ടോ. SO4ന് ചാർജ് 2- ആണ്. SO4 2-. ഓക്കെ, 2 ഇലക്ട്രോണും വാങ്ങിക്കാം. അപ്പോൾ എഫിക്ക് 3 ഇലക്ട്രോണും SO4നും 2 ഇലക്ട്രോണും നെഗറ്റീവ് ചാർജും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ട് എങ്ങനെ വരും? ഈ 2 എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് കൊടുക്കണം. ഈ 3 എന്ന് പറഞ്ഞത് ഇപ്പുറത്തേക്ക് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് മേക്ക് ചെയ്യാൻ. അതായത് രണ്ടെണ്ണത്തിനും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്ത എഫിൻ്റെ 3+ ആണ്, SO4ൻ്റെ 2- ആണ്. രണ്ടിൻ്റെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അതെന്ത് ചെയ്യുക? Fe2 SO4 3. ഇതാണ് ഇവിടെ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നത്? മേക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് എഫിൻ്റെ ചാർജ് +3 SO4ൻ്റെ 2-. രണ്ടിനെയും കൂടി എന്ത് ചെയ്യുക?
ചാർജ് തമ്മിൽ ക്രോസ് ചെയ്യുക. എന്നിട്ട് എഫിന് ചാർജ് SO4 കൊടുക്കുക, SO4 ചാർജ് എന്ത് ചെയ്യുക എഫിക്ക് കൊടുക്കുക. രണ്ട് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട് കോമ്പൗണ്ട് ഇവിടെ മേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ. ഇനി ക്വസ്റ്റ്യൻ അടുത്തതാണ്. അതായത് കെമിക്കൽ ഫോർമുല ഓഫ് ഓക്കെ അത് എഴുതി. വിച്ച് ദോ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദിസ് എലമെന്റ്. എഫിക്ക് +3 ഉണ്ട്, അതേപോലെ തന്നെ എഫിക്ക് +2, അതായത് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കുണ്ട്? എഫിക്ക് ഉണ്ട്. ഇനി ലാസ്റ്റ് വേരിയബിൾ ഓക്സിജൻ ഡ്യൂ ടു ഓക്കെ അയൺസ് ഓഫ് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് വൈ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അയൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ എലമെന്റ് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ് അല്ലേ? ഡി ബ്ലോക്ക് എലമെന്റ് ആകുമ്പോൾ അതെന്ത് ചെയ്യും? ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെയാണ്. അപ്പോൾ ഇതിനെന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് കാണിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ചെയ്യണ്ട. ഓക്കെ, വിച്ച് ബ്ലോക്ക് എലമെന്റ്സ് ആർ യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? പഠിച്ചു വെച്ചോ, എഫ് ബ്ലോക്ക് എലമെന്റ് ആണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് അതായത് നമ്മുടെ യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള എലമെന്റ്സ് അതൊക്കെ എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എക്സാമ്പിൾ എഴുതിച്ചോ, യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള എലമെന്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the maximum number of electrons that can be accommodated in D cell. ഡി ഷെല്ലിൽ, ഡി സബ് സെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എത്രയാണ്? 10. ഓക്കെ, എഫിൽ എത്രയാണ്? 14. പിയിൽ എത്രയാണ്? 6. എസിൽ എത്രയാണ്? 2. ഇതെല്ലാവർക്കും അറിയാവുന്നല്ലേ? ഓക്കെ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഇസ് ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് MN ഇൻ MnO2? ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ MnO2 അതിൽ ഓക്സിജൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട് -2. കണ്ടുപിടിക്കാലോ, നോക്കാം. Mn നമുക്ക് അറിയില്ല, അറിയാത്ത നമുക്ക് X വിളിക്കാം. എത്ര പേരുണ്ട് അതിൽ? ഒരാളല്ലേ ഉള്ളൂ, 1 × X. Mn കഴിഞ്ഞില്ലേ, അടുത്തതാണ് ഓക്സിജൻ. അപ്പോൾ നടുക്ക് പ്ലസ് വരും. ഓക്സിജൻ എത്ര പേരുണ്ട്? എണ്ണം 2, 2 പേരുണ്ട്. ഇൻറ്റു അതിന് ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? -1 ഈക്വൽ ടു 0. എന്താണ് ഈക്വൽ ടു 0 പറയുന്നത്? ഇത് ടോട്ടൽ കൗണ്ട് ചെയ്താൽ അതിന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നോക്കാം. 1 × X, X. 2 × 1, 2. പോസിറ്റീവ് നെഗറ്റീവ് ഈക്വൽ ടു 0. അപ്പം X -2. അപ്പം X -2 ഇപ്പുറം എന്താവും? -2 ഇപ്പുറം പ്ലസ് ആവും, +2. മാഗ്നീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? അപ്പോൾ +2. ക്ലിയർ ആണ്? ഓക്സിജൻ്റെത് -2. ഓക്കെ അല്ലേ? ഇനി ഓക്സിജൻ -2 അല്ല -1 ആണല്ലേ? അപ്പം ഒന്ന് നോക്കിയേ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നും കൂടി നോക്കാം. Mn അറിയില്ല, കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് തെറ്റാണുള്ളത്. MnO2 ഓക്സിജൻ -2, Mn കണ്ടുപിടിക്കണം. ഒരാളല്ലേ ഉള്ളൂ, 1 × X പ്ലസ് ഓക്സിജൻ 2 പേരുണ്ട്, 2 × -2 ആണ്ട ഓക്സിജൻ സ്റ്റേറ്റ്. ഓക്സിജൻ -2 ആണ്, ഈക്വൽ ടു 0. പറഞ്ഞോ, 1 × X, X. പോസിറ്റീവ് നെഗറ്റീവ് 2 × 2 4, -4 is equal to 0. -4 അപ്പുറം എന്താവും? +4. അപ്പം X is equal to +4. കിട്ടിയില്ലേ? അപ്പം മാഗ്നീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +4, ഓക്സിജൻ സ്റ്റേറ്റ് -2. പക്ഷെ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 2 × -2 -4. -4 +4 കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0. അതുകൊണ്ടാണ് ഈക്വൽ ടു 0 ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്ത് X കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ തന്നിട്ട്, സോറി, ഓക്സിജൻ സ്റ്റേറ്റ് തന്നിട്ട് അടുത്തതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. ഇനി which one of the following substance is not possible in an atom? 1s, 2p, 4d. ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ തരാം. 1s, 2p, 3d, 3f.
ഇതിൽ പോസിബിൾ ആകത്ത് 1s ഓൾറെഡി ഉണ്ട്. 2p p സ്റ്റാർട്ട് ചെയ്യണത് p മുതലാണ്, d സ്റ്റാർട്ട് ചെയ്യണത് 3 മുതലാണ്, പക്ഷെ f സ്റ്റാർട്ട് ചെയ്യണത് 3 എന്നാണ്, അല്ല 4f മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്തവരാണ് 4f ആണ്. ഇനി ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl3 ആണ് കേട്ടോ. FeCl രണ്ടാമത്തെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് FeCl FeCl3 ആണ് കേട്ടോ. അപ്പോൾ FeCl3 എന്ന് പറയുമ്പോൾ FeCl ഓക്കെ Cl3 നോക്കിയാൽ കണ്ടുപിടിക്കാലോ. എത്ര ഓപ്ഷനാണ്? 15. ഓക്കെ, അപ്പോൾ അറിയാത്ത എഫ് നമ്മൾ എന്ത് ചെയ്ത് എക്സ് എന്ന് വിളിച്ച്, ഒരാളല്ലേ ഉള്ളൂ 1 × x പ്ലസ് ക്ലോറിൻ 3 3 × ഓക്സിജൻ സ്റ്റേറ്റ് ക്ലോറിൻ്റെ -1 ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ക്ലോറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 = 0. അങ്ങനെ പറഞ്ഞേ 1 × x 3 × 1 -1 -3 = 0. അപ്പോൾ x +3. അപ്പോൾ എഫിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? +3 കിട്ടിയാൽ നമുക്ക് നേരത്തെ അറിയാം +3 ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഓക്സിജൻ സ്റ്റേറ്റ് Fe in FeCl സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Fe ആണ്. Fe കൊണ്ട് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതിയില്ല, അപ്പോൾ ഒന്നും കൂടി എഴുതാം. Fe3+ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s 2 ഇലക്ട്രോൺ പോയി, 3d എന്ന് ഒരെണ്ണം പോയി, ബാക്കി 3d5. ഓക്കെ അല്ലേ? ഇതാണ് Fe കൊണ്ട് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ ആണ്. Fe ഉണ്ട് കേട്ടോ, Fe അയോണിൻ്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the electronic configuration of the element ABCD are given below. 1s2 2s2 2p6 3s2 കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി which of these elements show +2 oxidation state? +2 oxidation state കാണിക്കുന്ന കോൺഫിഗറേഷൻ നോക്കാലോ. അതെങ്ങനെ കണ്ടുപിടിക്കണം? 1s2 2s2 2p6 3s2 3p4 +2 oxidation state. Mm 3s2 3p5 ബി എന്നല്ല, ഓരോന്ന് എഴുതി നോക്കാം. എ 1s 2 4 10 12 12 16, പിന്നെ രണ്ടാമത്തത് 2 4 10 12. ഓക്കെ, എ പാർട്ട് നോക്കിയിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് എലമെന്റ്സ് ഓഫ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലേ. +2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുക? വാങ്ങിക്കുക. 2 ഇലക്ട്രോൺ വാങ്ങിക്കാൻ ഏറ്റവും കൂടുതൽ റെഡി ആയിട്ട് നിൽക്കുന്ന ആരാണ്? നമുക്കെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 3p4 ലാസ്റ്റ് സബ്സെൽ നോക്കാം കേട്ടോ. 3p4 പി എന്ന് പറഞ്ഞ സബ്സെല്ലിൽ കംപ്ലീറ്റ് ആകാൻ എത്ര ഇലക്ട്രോൺ വേണം ഒന്ന് അസ്യൂം ചെയ്യാം. 3s2 ഓൾറെഡി ഫില്ലാണ്, എനിക്ക് വേണ്ട, കൊടുക്കാൻ വേണ്ടി കൊടുത്താൽ മതി. 3p5 അതായത് എത്ര ഇലക്ട്രോൺ കൂടി ഫില്ലാവുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. 3s1 അവനിക്ക് എന്ത് ചെയ്യണം? എത്ര ഇലക്ട്രോൺ വാങ്ങണം. ഇനി അങ്ങനെ നോക്കുമ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി മാക്സിമം നോക്കാൻ വേണ്ടി ആയിരിക്കും എ എന്ന് പറഞ്ഞ സബ്സെല്ലായിരിക്കില്ലേ. കാരണം എന്താണ്? 3p4 ലാസ്റ്റ് വന്നിരിക്കുന്നത് 3p4. ഇവന് ഫിൽ ആവണമെന്നുണ്ടെങ്കിൽ 2 കൂടി വാങ്ങിക്കണം. അതേപോലെ തന്നെ ഡൗട്ട് വരാൻ വേണ്ടി പോകുന്ന സി പാർട്ട് ആയിരിക്കും 3p5. അവനിക്ക് 3p5 എത്ര കൂടി വാങ്ങിക്കണം? ഇനി ഒരെണ്ണം കൂടി വാങ്ങിക്കണം. അപ്പം +1 ആവുള്ളൂ. പക്ഷെ ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണപ്പോൾ ആരായിരിക്കും? എ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് ആൻസർ അല്ല ഇമ്പോർട്ടൻറ്റ്, ഈ ആൻസറിലേക്ക് വന്ന രീതിയാണ്. നിങ്ങൾ നോക്കിയേ, ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ച് ഓരോന്ന് അനലൈസ് ചെയ്ത് ലാസ്റ്റ് സബ്സെൽ ഇലക്ട്രോൺ നോക്കി p3 p4 3s2 3p5 3s1 അത് നോക്കി ഇവന് കൊടുക്കാനാണ് വാങ്ങിക്കാനാണ് ചാൻസ് കൂടുതൽ നോക്കി. അപ്പോൾ പി സബ്സെൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിയിൽ മാക്സിമം ഫിൽ ആവണമെന്നുണ്ടെങ്കിൽ 6 വേണം. ഇപ്പോൾ ഇവിടെ എത്ര ഉള്ളൂ? 4 ഉള്ളൂ. ഇനി 2 കൂടി വാങ്ങിച്ചാൽ ഇവൻ എന്തേ ഉള്ളൂ? ഫിൽ ആവുള്ളൂ. അപ്പോൾ 2 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരായിരിക്കും? എ ആയിരിക്കും. ഇനി അടുത്തത്
വിച്ച് എലമെന്റ് ബിലോങ്സ് ടു 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പ് എലമെന്റ് ആരാണ് നോക്കാം. അപ്പൊ ഈ കഴിഞ്ഞ് ഇനി ബി സി ഡി മൂന്നേരാണ്. 17th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി ബ്ലോക്ക് എലമെന്റ് 30 to 18 അല്ലേ. അപ്പൊ ഇതിന് ഇൻ ബിറ്റ്വീൻ വന്നതാണല്ലോ 17. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും ഉറപ്പാണ്. അങ്ങനെ പി ബ്ലോക്ക് വന്നിട്ടുള്ളതിലൂടെ ആരൊക്കെയാണ്? എയും വന്നിട്ടുണ്ട്, സിയും വന്നിട്ടുണ്ട്. എ ഓൾറെഡി ഇപ്പൊ ആൻസർ ആയതാണ്. ഇനി സിയും കൂടി നോക്കാം നമുക്ക്. സി എന്നാണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞേ 1s2 2s2 2p6 3s2 3p5. ഇനി പി 17ാമത്തെ ബ്ലോക്ക് ആണെന്ന് നോക്കണം. 17ാമത്തെ ഗ്രൂപ്പ് ആണെന്ന് നോക്കണമെങ്കിൽ പി ബ്ലോക്ക് ആണെങ്കിൽ പിന്റെ പൊക്കത്തുള്ള നമ്പർ എത്രയാണോ അതിൻ്റെ ഒപ്പം 12 കൂട്ടുക. അപ്പൊ അതിന്റെ എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. അപ്പൊ പിന്റെ പൊക്കത്ത് 5 അല്ലേ, 5ന് 12 കൂട്ടുമ്പോൾ 17 അല്ലേ കിട്ടുന്നത്. അപ്പൊ 17th ഗ്രൂപ്പ് എലമെന്റ് ആണ് ആര്? സി എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വിച്ച് എലമെന്റ് ബിലോങ്സ് ടു 17th ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഇവിടെ ആരാണ് 17th ഗ്രൂപ്പ്? സി എന്ന് പറഞ്ഞ ആളാണ്. കിട്ടിയില്ലേ? ഇനി വിച്ച് ഇസ് ദ പീരിയഡ് നമ്പർ ഓഫ് എലമെന്റ് എ, വാട്ട് ഇസ് ദ ബേസ് ഓഫ് യുവർ ഫൈൻഡിങ്സ്. എ എന്ന് പറയുന്ന എലമെന്റിന്റെ പീരിയഡ് നമ്പർ എത്രയാണ്? എ എന്ന് പറഞ്ഞ എലമെന്റ് നോക്കി നിങ്ങൾ 3p4 അല്ലേ. പീരിയഡ് എങ്ങനെ ചെക്ക് ചെയ്യണത്? ഫ്രണ്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ, ഫ്രണ്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഇവിടെ 3 അല്ലേ. അപ്പൊ ഇവിടെ പീരിയഡ് എത്രയായിരിക്കും? 3. ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചത്? ഒന്നുമില്ല, നമ്മുടെ ഷെൽ നമ്പർ നോക്കിയാണ് പീരിയഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എത്ര ഷെല്ലുണ്ടോ അതായിരിക്കും അതിന്റെ പീരിയഡ്. നിങ്ങൾ പീരിയോഡ് ടേബിൾ നോക്കി കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ 2, 4, 6 2, 8, 10 എന്നൊക്കെ പറഞ്ഞ ഷെല്ല് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. ടോട്ടൽ ഷെല്ല് എത്രയാണോ അതായിരിക്കും അതിന്റെ പീരിയഡ്. അതായത് 1, 2, 3 പീരിയഡ് അടിയിലേക്ക് പോലെ 7 പീരിയഡ് നമുക്കുണ്ടല്ലോ. അതിൽ 5ാമത്തെ പീരിയഡ് നിങ്ങൾ എടുത്ത് നോക്കി കാണാൻ പറ്റും. അതിൽ 5 ഷെല്ല് ഉണ്ടാവും. 6ാമത്തെ പീരിയഡ് എടുത്ത് നോക്കിയാൽ അതിന് ഇല്ലാത്തതിന് എത്ര ഷെല്ല് ഉണ്ടാവും? 6 ഷെല്ല് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണത് ഷെല്ല് എത്രയാണോ അതനുസരിച്ചായിരിക്കും എന്തുണ്ടാവുന്നത്? പീരിയഡ് നമ്പർ നോക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത് the atomic number of element m is 17. Write the complete electronic configuration of m. Atomic number of element m എന്ന് പറഞ്ഞാൽ atomic number 17 ആണ്. Write the complete subshell electronic configuration of m. നമുക്ക് വേണമെങ്കിൽ എഴുതാം, നമുക്ക് അറിയാവുന്ന എന്നാലും നമുക്ക് നോക്ക്. 17 എന്തോരും 1s2 2s2 2p6 3s2 3p5 കിട്ടിയ 2 4 10 12 17. ഇനി ഇൻ വിച്ച് ബ്ലോക്ക് ഓഫ് ദിസ് എലമെന്റ്, ഏത് ബ്ലോക്കാണ്? നമുക്കറിയാം ലാസ്റ്റ് സെല്ല് വന്നിരിക്കുന്ന പി അല്ലേ. അപ്പൊ ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക്. ഇനി റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് കോമൺ വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് n which belongs to ഫസ്റ്റ് ഗ്രൂപ്പ്. n ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഷോർട്ട് എന്ത്? +1 ഓക്സിജൻ സ്റ്റേറ്റ്. ഒരെണ്ണത്തിനെ കൊടുക്കും. ഇനി പി എന്ന് പറഞ്ഞാൽ ഇവനിക്ക് 5 ഇലക്ട്രോണല്ലേ ഉള്ളൂ. ഇവനിക്ക് ഒരെണ്ണത്തിന് എന്ത് ചെയ്യണം? വാങ്ങിക്കണ്ടേ. അപ്പൊ ഇവനിക്ക് -1. അതായത് എമ്മിന്റെ ചാർജ് -1 ആയിരിക്കും. അതേപോലെ തന്നെ എന്നിന്റെ ചാർജ് +1 ആണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? 2ന്റെ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തല്ലേ. 2 1 തന്നെയല്ലേ. അപ്പൊ എന്താ വരുന്ന? mn. കോമ്പൗണ്ട് എന്താ വരുന്നത്? മോളിക്കുലർ ഫോർമുല കോമൺ വെൻ ഇറ്റ്സ് കമ്പൈൻഡ് വിത്ത് n which belongs to ഫസ്റ്റ് ഗ്രൂപ്പ്. അവിടെ n ആയിരിക്കൂല, ക്ലോറിൻ ആയിരിക്കൂല കേട്ടോ. Cl ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് അല്ലേ. ഒരെണ്ണം കൊടുക്കണം. കുഴപ്പമില്ല, നമുക്ക് തന്നേക്കാൻ വെച്ചാൽ എഴുതാം. mn ആയിരിക്കും അതിന്റെ എന്ത്? കോമ്പൗണ്ട് മേക്ക് ചെയ്യാൻ വേണ്ടി പോണ കെമിക്കൽ നെയിം എന്തായിരിക്കും? mn. കാരണം m1 n1 ഇതിന്റെ ആവശ്യമില്ല, കാരണം 1 നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ല. ഇവിടെ എങ്ങനെയോ m1 n1 വന്നത്? എമ്മിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -1, എന്നിന്റെ എന്താണ്? +1. ഓക്കെ ആണോ? അപ്പൊ ഇത് രണ്ടിനും അങ്ങോട്ട് ക്രോസ് ചെയ്യും. ജസ്റ്റ് എന്ത് ചെയ്യുക? mn ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് അതായത് കംപ്ലീറ്റ് സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് mn25 എന്തുവരും? 1s2 2s2 2p6 3s2 3p6 4s2 3d5 കിട്ടിയല്ലോ. ഇനി ഫൈൻഡ് ദ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് MnO2. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് എന്നാലും ജസ്റ്റ് ഒന്നുകൂടി പറയാം. MnO2 ഓക്സിജൻ സ്റ്റേറ്റ്. ഓക്സിജൻ -2 ആണ്. Mn ഒരാളുള്ളൂ. 1 × x പ്ലസ് 2 × -2 0. 1 × x 2 × 4 പ്ലസ് പോസിറ്റീവ് നെഗറ്റീവ് 0. x -4 അപ്പുറം +4. അപ്പൊ Mn ഓക്സിജൻ സ്റ്റേറ്റ് +4. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് സ്പീഡായി പോകണം കേട്ടോ. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ്
Mn2+ അയോൺ, Mn2+ അയോൺ, Mn2+ അയോൺ. അപ്പോൾ Mn2+ അയോൺ എന്ന് പറയുമ്പോൾ 2+ അല്ലേ, അപ്പോൾ രണ്ടോ ഇലക്ട്രോൺ എന്താണ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ബാക്കി എന്തോരും 1s2 2s2 2p6 3s2 3p6 4s2 3d5 ഇങ്ങനെ വന്നേക്കണം. അപ്പോൾ രണ്ടെണ്ണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ 4s ഇല്ല. ബാക്കി എന്തൊക്കെ വരും? 1s2 2s2 2p6 3s2 3p6 3d5. That's answer.